ഹായ് ഗൈസ്, എങ്ങനെ പണമുണ്ടാക്കണം, എങ്ങനെ നമ്മൾ പണക്കാരനാകണം എന്ന ചിന്തഗതിയാണ് ചില ആളുകൾക്ക്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് കണ്ടന്റ് ഉണ്ടാക്കുക എന്ന്. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാകും. ഒരുപാട് ഈ വീഡിയോയിൽ പഠിക്കാനുണ്ട്. നമുക്ക് പഠിക്കാൻ മാത്രമല്ല, അത് മറ്റുള്ളവർക്കും അറിവ് പകരാനുമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണാൻ പോകുന്ന വീഡിയോ. എത്രത്തോളം കണ്ടന്റ് തപ്പിയിട്ട് നടക്കുന്ന ആളുകളുണ്ട്, അതിൽ നിന്ന് മാനം വിറ്റിട്ട് വരെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുമുണ്ട് എന്ന് ഈ വീഡിയോയിൽ കൂടിയിട്ട് പറയുന്നുണ്ട്. എല്ലാവർക്കും ഇന്ന് ആവശ്യം പണമാണ്. പണമുണ്ടവരുടെ അടുത്തേ ആളുകളുണ്ടോ എന്നൊരു ചിന്താഗതിയാണ്. ഇങ്ങനെല്ലാം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ആ പണം എന്തിനാവശ്യമാണ്? പണമാണല്ലേ വലുത്. എല്ലാവർക്കും വസ്ത്രം ഒരിഞ്ഞുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ കണ്ടന്റുകളെ കുറിച്ചായിരിക്കും പറയുന്നത്. പക്ഷെ ഞാൻ അതിനേക്കാൾ ഉപരി അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? ആ മാനസികാവസ്ഥ അവർ അതിന് റെഡി ആയതുകൊണ്ടല്ലേ ഇവർക്ക് അത് ചെയ്യേണ്ടി വരുന്നത്. എന്തുകൊണ്ട് അവർ ചെയ്താൽ റെഡി അല്ലെങ്കിൽ ഈ സാധനം ഉണ്ടാകത്തില്ലല്ലോ. പരസ്പര ധാരണയാണല്ലോ, രണ്ടുപേരും കൂടിയാണല്ലോ ഇതിൽ ഇറങ്ങി. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യുന്ന മിക്ക ആൾക്കാരുടെയും ഭർത്താക്കന്മാരാണ് ഇത് ഷൂട്ട് ചെയ്തത്. മനസ്സിലായോ? ഭർത്താക്കന്മാരാണ് കൺസെപ്റ്റ് ആൻഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ക്യാമറ ചെയ്തതെല്ലാം ഭർത്താക്കന്മാരാണ്. അപ്പം ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ എന്തുകൊണ്ട് അവർ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, പൈസ. നമ്മൾ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു കൃത്യ ശമ്പളമില്ല. നമ്മൾ ചോദിക്കുന്നതാണ് ശമ്പളം, നമ്മൾ ചോദിക്കുന്നതാണ് മണി. അപ്പം അത് ഭീകരമായി കൂടുകയാണ്. അപ്പം ഈ അവസ്ഥയിലേക്ക് വരാൻ ഒരുപക്ഷെ കാരണം പെണ്ണുങ്ങൾ തന്നെയാണ്. അല്ല, ഈ തൻ്റേതെന്ന് കരുതുന്ന ഒരാളെ പൈസയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുന്ന മനഃശാസ്ത്രം, അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. പുരുഷന്മാരെ പറ്റിയല്ലേ പറയുന്നത്? തന്റെ ഭാര്യയെ മറ്റൊരാൾക്ക് കൊടുക്കാന്നൊക്കെ പറയുമ്പോഴേ പൈസക്ക് ഭാര്യ ഭർത്താവല്ലല്ലോ. ഭാര്യയും ഭർത്താവും ഇല്ലേ? പിന്നെ ഇവരൊക്കെ ആരാണ്? ഞാൻ പറയുന്ന ആൾക്കാരെയൊക്കെ മനസ്സിലായോ? പിന്നെന്താ, നമുക്കിപ്പോ വൈറലായിട്ട് വീഡിയോയെ പറ്റി ഞാൻ കഴിഞ്ഞു നോക്കിട്ടെ. നിങ്ങള് ഫെമിനിസ്റ്റുകള് ഇതെന്താ ഉണരാത്ത? ഇതൊക്കെ കുട്ടികൾ കാണൂലേ? തുണി ഒരിഞ്ഞുള്ള വീഡിയോ പ്രൊമോഷൻസും നിങ്ങൾക്കൊന്നും പ്രശ്നമില്ലേ? നിങ്ങൾ എല്ലാത്തിനും നിരന്തരം വാദിക്കുന്നതാണല്ലോ. ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ കുട്ടികൾക്ക് പ്രശ്നമാണ്, വീട്ടുകാർക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞാലേ ഇന്ന പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ ഇതെന്താ ഇത്തരത്തിലുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതിലൊരു ക്യാരക്ടർ ഇപ്പൊ വൈറലായ പുള്ളിക്കാരി പറഞ്ഞത്, എന്റെ മകൻ 14 വയസ്സുണ്ട്, അവനോട് എല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. അവനും സപ്പോർട്ടാണ്. അവൻ പറയാണത്ര, അമ്മയ്ക്ക് അമ്മയുടേതായ ലൈഫ്, എനിക്ക് എന്റേതായ, രണ്ടുപേർക്കും ഫ്രീഡം ഉണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഭർത്താവും മക്കളും എല്ലാരും വരണമെങ്കിൽ അതിന് പിന്നിലെ മനഃശാസ്ത്രമാണ് ചോദിച്ചത്. ഒരു ചോദ്യം കൂടെ. അപ്പൊ ഇത് സമൂഹത്തിൽ ഒരു ബാഡ് ഇമേജ് അല്ലെങ്കിൽ ബാഡ് ന്യൂസ് കൊടുക്കുന്ന, ബാഡ് കണ്ടന്റ് കൊടുക്കുന്നതായിട്ട് തോന്നുന്നില്ല? ഇപ്പം അതാണ് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് ആക്ച്വലി ഇതിന്. അത് നിങ്ങൾ പറയും, നിങ്ങളാണ് പുരുഷന്മാര്, ഭർത്താക്കന്മാരുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് അവന്റെ സ്റ്റാൻഡിൽ നിന്ന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്തിനാ നമ്മൾ അവന്റെ സ്റ്റാൻഡിൽ സംസാരിക്കുന്നത്? അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ പറയുന്ന മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ കണ്ടന്റും ചെയ്തത് ഭർത്താക്കന്മാരാണെന്ന് പറയുമ്പോഴും അവിടെ കണ്ടന്റ് ഉണ്ടാവുമ്പോഴേ ഭർത്താക്കന്മാരുണ്ടാവത്തുള്ളൂ. ഭർത്താക്കന്മാർ ഷൂട്ട് ചെയ്യുന്നതിന്റെ ആ കണ്ടന്റ് നമുക്ക് നിശ്ചയിക്കാമല്ലോ. എനിക്ക് പറ്റില്ല എന്ന് ഓക്കെയാ. മാന്യം മര്യാദയായിട്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒത്തിരി ഉള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. അവർ അങ്ങോട്ട് തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്, പിണങ്ങാറുണ്ട്, തമ്മിത്തല്ലുണ്ടാവാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവരാരും തുണി അഴിച്ചിട്ടുള്ള ഒരു വേഷം കൊണ്ടും കാണിക്കാറില്ല. പുരുഷന്മാര് കാണിച്ച അപ്പ ജയിലിൽ കിടക്കണം, പോലീസായിട്ട് ഇടിയും കൊള്ളണം, ചീത്തപ്പേരെല്ലാം വീഴും. ഒന്നെങ്കിൽ അവൻ അങ്ങനെ തുണി അഴിച്ചാൽ ഒരു ഇന്നറിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാണിച്ചാൽ, പബ്ലിക്കിൽ നിന്ന് കാണിച്ചാൽ അവന് പലതരത്തിലുള്ള അസുഖം എന്ന് പറയും. ഇവൻ കഞ്ചാവാണെന്ന് പറയും, മദ്യമാണെന്ന് പറയും. ഓക്കെ, ഒരു മദ്യപിച്ച ഒരാൾ ലെക്ക് കേട്ട് അവന്റെ മുണ്ടൊന്ന് അഴിഞ്ഞു പോയി അവൻ ഒരു ചെട്ടിയിട്ടുള്ള നിൽക്കുകയാണെങ്കിൽ പോലും സമ്മതിക്കില്ല. സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പറയുന്ന സ്ത്രീകൾ ശ്രദ്ധിച്ചോട്ടോ, ഈ ഫെമിനിസം വാരി വിതറുന്ന ഈ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ തുണി അഴിച്ചിട്ട് ബോഡി ആർട്ട് എന്നുള്ള പേരിൽ കടന്നു വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കളെ വെച്ചിട്ട് ഞാനവിടെ പേര് പറയുന്നത് ബോഡി ആർട്ട് എന്നും പറഞ്ഞതൊക്കെ വരുന്നത് ഫെമിനിസ്റ്റുകളാണ്. ഫെമിനിസം എന്ന് പറയുന്ന ഫേക്ക് ഫെമിനിസ്റ്റുകളെ പറ്റി പറയുന്നത്. റിയൽ ഫെമിനിസ്റ്റുകളല്ല. റിയൽ ഫെമിനിസ്റ്റുകളല്ല കേട്ടോ. റിയൽ ഫെമിനിസ്റ്റുകൾക്ക് വേറെ ലെവല്, അവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. ഇത് ഫേക്ക്. അവർക്ക് വേറെ പണിയും, അവർക്ക് ജോലിയില്ല. ശ്രദ്ധിച്ചോ, അവർക്ക് ഒരു പണിയില്ല. ഇവരെന്താ ജോലി എന്ന് വെച്ചാൽ അവർക്ക് അറിയാമല്ലോ അവർക്ക് എന്താ പറ്റിയത്. മറ്റുള്ള ജോലി ചെയ്ത് ജീവിക്കുന്ന. അപ്പോൾ ഈ ഫെമിനിസം തലക്കി പിടിച്ച് ഈ വൈറലാവാൻ നടക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം മൊത്തം. ഇവരാണ് ഈ തുണി അഴിച്ചിട്ടുള്ള ഈ പരിപാടി കാണിക്കുന്നത്. ഇവരുടെ മെന്റാലിറ്റി എന്താണോ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയോ. ഒരു ഫെമിനിസ്റ്റിന്റെ കൂടെ നടക്കുന്ന
ശ്രദ്ധിച്ചേക്കണേ, ഞാൻ ഇപ്പോൾ നടക്കുന്ന ഫേക്ക് ഫെമിനിസ്റ്റുകളെ പറ്റി പറയുന്നത്. ഈ ഫെമിനിസ്റ്റുകളുടെ കൂടെ നടക്കുന്ന ഭർത്താവിനും മക്കൾക്കും സെയിം മൈൻഡ് ആയിരിക്കും. ഏകദേശം ബോഡിയാണ്, ആർട്ടാണ്, അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം അങ്ങനെ കാണിക്കാൻ ചെയ്യാം. അപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത് കുട്ടികൾ കാണുന്നില്ലേ? ഇത് മറ്റുള്ളവർ കാണുന്നില്ലേ? ഇതിനൊന്നും ഒരു പ്രശ്നമില്ലേ? ഇവരൊക്കെ ഈ കുട്ടികളെയൊക്കെ ആ ഒരു തലത്തിലായിരിക്കും ഇവര് വളർത്തിയെടുക്കുന്നത് തോന്നുന്നു. ഇപ്പൊ മോഡലിംഗ്, ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഓമന പേരിട്ടാണല്ലോ ഇതിനെയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ അവരോടും പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയായിരിക്കും ആ ഒരു എന്താ പറയാ ബുദ്ധി കൊടുത്തിട്ടായിരിക്കും അവരോട് പറഞ്ഞായിരിക്കും വളർത്തുന്നത്. അതായത് ഇതൊക്കെ ഇങ്ങനെയാണ്, ഇത് മോഡലിംഗ് ആണ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയാണ്. നമ്മൾ ചെറുപ്പത്തിൽ എന്താണോ ഏറ്റവും വലിയ ബ്ലണ്ടർ സാധനം പറഞ്ഞിട്ടോ, ഈ ശരിക്കുമുള്ള ഫോട്ടോഗ്രാഫിയിൽ ന്യൂഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സെക്ടർ, ഒരു പേര് പറയാതിന് അതുണ്ട്. പക്ഷെ അതിൽ പോലും പ്രൈവറ്റ് പാർട്സ് കാണിക്കില്ല. പ്രൈവറ്റ് പാർട്സ് കാണിക്കില്ല. ഇപ്പോഴും കേരളത്തിൽ മോഡൽസ് ഉണ്ട് ന്യൂഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്, പക്ഷെ പ്രൈവറ്റ് പാർട്സ് കാണിക്കത്തില്ല. അത് അവർ ചെയ്യുന്നത് ഒരു ഇമോട്ട് ചെയ്യുകയാണ്. ആ ഇമോഷനാണ്, ഒരു ഒരു സ്റ്റോറി ആയിരിക്കും പറഞ്ഞത്. ഇത് പ്യുവർ ആൻഡ് പ്യുവർ പോണാണ്. അതാണ് ഓമന പേരിട്ട് വിളിക്കുക. പ്യുവർ ആൻഡ് പ്യുവർ പോണാ വെക്കുന്നത്. അവരുടെ ആ അവസ്ഥയിൽ വരുമ്പോൾ ആ പോൺ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. ഈ അമ്മ ഏറ്റവും വലിയ കോമഡി, എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത് ഈ കുട്ടികളുണ്ടല്ലോ, കുട്ടികളോട് പറയുന്നത് ഇതിന് മുമ്പിൽ കാണിക്കുന്ന ട്രെയിലേഴ്സ് മാത്രം, അതായത് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോസ് മാത്രമാണ് കുട്ടികൾക്ക് അറിയാവുന്നത്, അവർക്കറിയാവുന്നത്. അതിനകത്ത് കുറച്ച് സെൻഷ്വൽ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇതിന് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോസ് അതും ഷൂട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാർ തന്നെയല്ലേ. ഈ പറയുന്ന തുണ്ട് വീഡിയോ കാണിച്ച് കുട്ടികളെ പഠിപ്പിച്ച് ഭർത്താവിന് കൺവിൻസ് ചെയ്ത് ഈ നാട്ടുകാരൻ തിരഞ്ഞിട്ട് ആക്ച്വലി പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ കാണിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അവകാശമില്ല. ഞാൻ ചോദിക്കാൻ എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ ഫെമിനിസ്റ്റുകളൊക്കെ എവിടെ പോയി? കാണാനില്ലല്ലോ. ആ കുഞ്ഞുങ്ങൾക്ക് അവകാശങ്ങളില്ലേ? ആ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് മാന്യം മര്യാദയായിട്ട് ജീവിക്കാനുള്ള അവകാശങ്ങളില്ലേ? അല്ലെങ്കിൽ പച്ചയായിട്ട് പറയണം. അതല്ലാതെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ, എൻ്റെ ഭർത്താവ് നോക്കിക്കോളും കുഞ്ഞുങ്ങൾ മലയ്ക്ക് പഠിച്ചോളും, ഞാൻ മാസ്ക് വെച്ചെടുക്കുന്നു. അതെന്തിനാ ഇത്രയും കാണിക്കാൻ ഇതിന് മാസ്ക് വെച്ചെടുക്കുന്നത്? ഇത് ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇത് ആരാണെന്ന്. അപ്പൊ ഈ പൈസയ്ക്ക് വേണ്ടി കാണിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇവരെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞ നല്ല ജുബി, നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്താ കാര്യം എന്ന് പറയുമ്പോ, ഇവരോട് സ്ത്രീകളോട് നോ പറഞ്ഞാൽ അവരപ്പ പറഞ്ഞ സാധനമാണ് ഞങ്ങളുടെ ഫ്രീഡം ആണെന്ന്. മനസ്സിലായോ? അപ്പൊ അത് പുരുഷന്മാരുടെ ലോട്ട് പോയി കഴിഞ്ഞാൽ അവന്മാരൊക്കെ ഡ്രഗ്സ്, കള്ളുടിയന്മാര്, ഡ്രഗ്സ്, കള്ള്, കഞ്ചാവ് പ്രശ്നങ്ങൾ. ഇവരെ സംബന്ധിച്ച് ഇതൊക്കെ കാണിക്കുന്നത് വളരെ നോർമലായിട്ട് എന്താ കാണിക്കുന്നത്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഈ തുണി അഴിച്ചിട്ടിട്ട് ഈ വക പരിപാടി ഒന്നും കാണിക്കുന്നതിന് യാതൊരുവിധ പ്രശ്നം കൊടുക്കില്ല, കേസുമില്ല, ഒന്നുമില്ല. ഒരു സംഘടനകളും ഇടപെടാൻ ഒന്നുമില്ല. ആകെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ സ്ത്രീയുടെ ലിബറേഷൻ എന്ന് പറഞ്ഞ ഈ തുണിയതിലൂടെയും അല്ലെങ്കിൽ സ്ത്രീ ബോൾഡാന്ന് പറഞ്ഞ ശരീരം കാണിച്ച് നടക്കാണ്, അങ്ങനെ ഒരു ധാരണ പൊതുവെ സമൂഹത്തിൽ. ശരീരം എപ്പോഴും ഒരു മാർക്കറ്റിംഗ് ടൂൾ തന്നെയാണ്. കാണാനാണെന്നുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇറങ്ങുന്നത്. വൾഗാരിറ്റി പുരുഷന്മാർക്ക് കാണിക്കാൻ പറ്റുന്ന ആദ്യം മനസ്സിലാക്കിക്കോട്ടോ. സമൂഹത്തിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ ഒരു കാര്യം, പണ്ട് ഒരു ഇച്ചിരി സെൻഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവം വന്നാൽ അതൊരു അഡൾട്ട്സ് ഓൺലി സാധനമാവും. സിനിമയ്ക്കകത്താണെങ്കിലും ഫോട്ടോയിലാണ് എന്താണ്. ഇപ്പോൾ അതിന് പുതിയൊരു പേരുണ്ട്, ബോൾഡ് ഫോട്ടോഷൂട്ട്, ബോൾഡ് ക്യാരക്ടർ. അപ്പൊ അത് ആ ചിന്തയും ഒരു സംഭവമാണ്. അത് ഇപ്പം നമ്മൾ എടുത്തു വെക്കുന്ന കാര്യം എന്താ, ഒരു പെൺകുട്ടിയുടെ ഒരു ഇച്ചിരി മോശം എന്നല്ല പറയുന്നത്, അത് കുറച്ചൊരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള സാധനം കാണിക്കുന്നത് തന്നെ ബോൾഡായിട്ട് ചിത്രീകരിച്ചാൽ നാളെ ഈ കുട്ടി അല്ല ഈ പെൺകുട്ടിയുടെ കുട്ടി ജനിക്കുമ്പോൾ അവളുടെ മനസ്സിലും അവൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ, ഇതൊരു ബോൾഡാണ്. അതായത് ഞാൻ ഇച്ചിരി എക്സ്പോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂഡായിട്ടൊരു ഫോട്ടോ എടുത്താൽ അത് ബോൾഡ്നെസ്സിന്റെ ഭാഗമാണ്, ഓക്കെയാണ്, കുഴപ്പമില്ല. എക്സ്ട്രീംലി പറ്റാത്ത ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഒരു സമൂഹത്തിൽ സൊസൈറ്റിയിൽ ഓപ്പൺലി കാണിക്കാൻ പറ്റാത്ത കാര്യം എന്തുകൊണ്ട് നാളെ വരുമ്പോഴത്തേക്ക് അത് ബോൾഡായി മാറും? കാണിക്കാം, ബോൾഡാണ്. അതെ. പിന്നെ ആൾക്കാർക്ക് ഇപ്പൊ എല്ലാവരും എളുപ്പ വഴിയിലൂടെ പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ്. കഷ്ടപ്പെടാൻ വഴിയില്ല, അല്ലെ? കഴിയില്ല കഷ്ടപ്പെടാനായിട്ട്. മറ്റേത് പഠിച്ച് ജോലി എടുത്ത് അധ്വാനിച്ച് ലോൺ എടുത്ത് വീട് വെച്ച് അതൊക്കെ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാകുമ്പോഴത്തേക്ക് എത്ര എളുപ്പമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവാണ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലേ, എത്ര രൂപയാണെന്നുള്ളത്. അല്ല, ഞാൻ നമ്മളിപ്പം അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. എന്നിട്ട് എന്താ പറഞ്ഞ അല്ല ഇന്റർവ്യൂല് വന്നിരുന്ന എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല. പറഞ്ഞു കളഞ്ഞ് അല്ലേ, ജീവിക്കാൻ വകയില്ലാന്ന്. ഈ വക ഞാൻ വേറെ എന്താ കാര്യം പറയുമ്പോൾ, നമുക്ക് ഇഷ്ടംപോലെ വെബ്സൈറ്റുകളുണ്ട് വീഡിയോ കാണാൻ. ഒരു പക്ഷേ എല്ലാവരും ഇതൊക്കെ കാണുന്നവരൊക്കെ തന്നെയാണ്, അതിനൊന്നും തെറ്റൊന്നുമില്ല. അതിനെ പറ്റിയല്ല പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ആ ലേഡി ചെയ്തൊരു തെറ്റെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
പ്രൈവറ്റ് പാർട്സ് കാണിക്കുന്ന വീഡിയോ ലീക്ക് ചെയ്യാൻ പാടില്ല. ആ വീഡിയോ അവർക്ക് വേണമെങ്കിൽ പോൺ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാമായിരുന്നു, മറ്റ് അവരുടെ ക്ലയൻസിന് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതൊക്കെ അവർ പൈസ ഉണ്ടാക്കട്ടെ. അവരുടെ ഭാര്യയും ഭർത്താവിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിൽ നമ്മുടെ കയ്യിലൊന്നുമല്ലല്ലോ നിയമമൊരുക്കുന്നവർക്ക് ചെയ്യാം. പക്ഷേ ഈ വീഡിയോ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലായിടത്തും സ്പ്രെഡായി. ഇത് മനഃപൂർവ്വം ചെയ്തല്ലേ? സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി, മാർക്കറ്റ് കൂട്ടാൻ. ഇത് ആദ്യത്തെ സംഭവമൊന്നുമില്ല. ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന് ഇത്രയും സീക്രട്ട് ആയിട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് ഈ വീഡിയോ ലീക്കായി പോകുന്നു തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ട് ഈ വീഡിയോ ലീക്ക് ചെയ്തിരിക്കുന്ന വീഡിയോ മനസ്സിലായോ? ഇത് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല ആ പരിപാടി. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള സാധനം ലീക്ക്ഡായിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇവരറിയാതെ വരുന്നതാണ്. പക്ഷേ ഇതിനകത്ത് സംഭവം ഇത് വേറൊരു ക്യാമറയെ ഷൂട്ട് ചെയ്തിരിക്കുന്ന, ഒളിഞ്ഞിരുന്ന ഷൂട്ട് ചെയ്തിരിക്കുന്നതല്ല, അവരുടെ ഓൺ കണ്ടന്റ് ആണ്, പർപ്പസ്ഫുള്ളി ചെയ്തിരിക്കുന്ന കണ്ടന്റ് ആണ്. അപ്പൊ ആ കണ്ടന്റ് ഒരിക്കലും ഏറ്റവും വലിയ സംഭവം തന്നെ ഇപ്പൊ ഓൺലി ഫാൻസ് പോലത്തുള്ള ആപ്പിൽ അത് ഡൗൺലോഡ് ഓപ്ഷൻ ഇല്ല. നമുക്ക് ഫോൺ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, മറ്റേ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, അത് പറ്റില്ല. അപ്പം അതല്ലാതെ ഒരു സാധനം ഇറങ്ങണമെങ്കിൽ ഇത് ഒന്നെങ്കിൽ ഇവരുടെ അറിവോടുകൂടി അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും. ഞാനൊരു ഇമോഷണൽ സൈഡ് ചോദിക്കട്ടെ. അപ്പൊ ഈ ഭാര്യ ഭർത്താക്കന്മാർ ഈ രണ്ടുപേരുടെ ഇടയിൽ, ഈ പറയുന്ന കപ്പിളുടെ ഇടയിൽ സ്നേഹം, പ്രണയം ഇതൊന്നും ഉണ്ടാവില്ലേ? ഇവർ തമ്മിലുള്ള ഒരു ഫിസിക്കൽ ഇന്റിമസി ഉണ്ടാവില്ലേ? മാത്രം പോരെ. എന്റെ ആവശ്യം അതല്ലെങ്കിലോ, അനുവിന്റെ ആവശ്യം അതല്ലെങ്കിലോ, സ്നേഹവും കെയറും അല്ലെങ്കിലോ, പണമാണെങ്കിലോ, അതിനിപ്പോൾ നമുക്ക് അതിനകത്ത് ഇത്രയും ഈ ഒരു പക്ഷേ അനുവിന്റെ ഭർത്താവും തമ്മിൽ അത്ര ഇമോഷണൽ കണക്ഷൻ ജീവിക്കുന്നതുകൊണ്ടായിരിക്കും ആ ഒരു എക്സ്ട്രീമിൽ അവർ ചിന്തിക്കാൻ പറ്റത്. അല്ലാതെ നോർമൽ സംഭവം എന്താണ്? പക്ഷെ പിന്നൊരു കാര്യം, ഇപ്പൊ സണ്ണി ലിയോണിയെയും അവരുടെ പാർട്ട്ണറിനെയും ഒന്നും മലയാളികളോ അല്ലെങ്കിൽ അത്ര കുറ്റം പറഞ്ഞ് കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടായിരിക്കും? ഈ രണ്ട് വശങ്ങൾ. ഒരു മിനിറ്റ് ഒരു ഒറ്റ കാര്യമുണ്ട്. സണ്ണി ലിയോൺ എന്ന് പറയുന്നത് അവർ പോൺ ആക്ട്രസ് ആണ് എന്ന് പറഞ്ഞു. അത് പോൺ ആക്ട്രസ് വീഡിയോ ചെയ്യുന്നത് ജീവിക്കാൻ വകയില്ലാന്നൊന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ പോയിന്റ്, ചെയ്യുന്നത് ആ പോൺ വീഡിയോയിൽ അഭിനയിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ കൂടെ മാത്രമാണ്. വൺസ് അവർ സിനിമയിലേക്ക് വന്നതിന് ശേഷം അവർ ഈ ഇൻഡസ്ട്രി വിട്ടു ചെയ്തിട്ടില്ല. ഒരു കമ്മ്യൂണിറ്റിനെ കുറ്റവും പറഞ്ഞു. ഇവിടാണ് വിഷയം. മുതലെടുപ്പ് മാനിപ്പുലേഷനൊക്കെ ആവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അല്ലേ? ഞാൻ പറയട്ടെ, എന്താ വളരെ ബോൾഡായിട്ട് പറയാണത്, ഞാൻ പോൺ അഭിനയിക്കാൻ വേണ്ടി പോവാണ്, എന്റെ ഭർത്താവ് സപ്പോർട്ട്, എന്റെ ഫാമിലി സപ്പോർട്ട്, നമുക്ക് എന്താ പ്രശ്നം? നമുക്ക് അതിനകത്ത് പ്രശ്നമില്ല. അതിന് നമ്പ്യാര് പോലെയുള്ള ഒരു സമുദായത്തെ അതിലേക്ക് വലിച്ചഴിച്ചിട്ട് അത് വേറൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കി അത് വന്ന് ഇവിടെ വന്ന് ചെയ്ത് കുറെ വീഡിയോസ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ക്ലിപ്പുകൾ, പ്രൈവറ്റ് പാർട്സിന് ക്ലിപ്പുകൾ ലീക്ക് ചെയ്ത് അത്തരത്തിലുള്ള കുരുട്ടുപുതിയ, ഇപ്പം നമ്മളെല്ലാവരും മീഡിയയിൽ നിൽക്കുന്നുണ്ട്, നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഒരു വീഡിയോ നമുക്ക് ലീക്ക് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ പറ്റാന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിട്ട് മറ്റുള്ള സംബന്ധിച്ചിട്ട് 20,000 30,000 കൂടുതലേക്ക് അത്ര റീച്ച് കിട്ടുന്നത്. ഒരു വാട്സാപ്പിലോട്ടൊക്കെ നമ്മുടെ ഒരു വീഡിയോ ഷെയർ ആയി പോകുന്ന പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. നോർമലി ഫേസ്ബുക്കൊക്കെ നമുക്ക് പൈസ കൊടുത്ത് ചെയ്യാം. ഇത് അതുപോലും ഇല്ല. റീച്ച് എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം റീച്ച് ആയിരിക്കും കിട്ടുന്നത് മനസ്സിലാവും. ഇനിയിപ്പോൾ 6 മാസത്തിനുള്ളിൽ മിനി കൂപ്പർ BMW തന്നെ വാങ്ങിക്കും. ഇതിലേക്ക് വന്നിട്ട് 6 മാസമായിട്ടുള്ള ഇത്തരത്തിലുള്ള കുരുട്ടുബുദ്ധി ആയിട്ടുള്ള പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ നമുക്ക് മനസ്സിലാവും ഇത് പ്രൊമോഷൻ ആണെന്ന്. പക്ഷേ ആ ലെവലിലോട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇവിടെ ഇപ്പോൾ എത്രയോ പേരുണ്ട് ഈ വർക്കിന് പോകുന്നവർ. അവർ പോട്ടെ, അവർ ജീവിച്ചോട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ ഡബിൾ സ്റ്റാൻഡിങ് പരിപാടി ഉണ്ടല്ലോ, ഇപ്പം ഈ ഫെമിനിസം വിളമ്പുന്ന ആളുകൾ ഒരു പക്ഷത്ത് അവിടെയും പുരുഷന്മാരെ പറ്റി പറയുമ്പോൾ ഇവിടെയും എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നിങ്ങളെടുത്ത് ചിന്തിക്കുക, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഇവിടുന്ന്. ഈ ആവശ്യമില്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് നിങ്ങളെക്കാളും മാന്യമായിട്ട് ഇതെല്ലാം ചെയ്യാനും അതിനുള്ള ആരോഗ്യം, മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യമുള്ളവരാണ് പുരുഷന്മാർ. ഞാൻ പൊക്കി പറയുന്നതല്ല. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഇതിലും ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും ഭയങ്കര വൃത്തികേടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരുത്തൻ അവിടെ നിന്ന് തുണിയൊക്കെ അഴിച്ചിട്ടിട്ട് അവൻ്റെ കുറച്ച് കുലിസിത പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അംഗീകരിക്കുമോ? എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? അപ്പം പറയും നേച്ചോന്ന് പറയും. അവന് മാനസിക മറ്റേ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ആർട്ടിസ്റ്റിനോട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ആളുണ്ട്. ആ ആളിനെ തെരഞ്ഞുപിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇതേ സാധനം ഈ ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അവനെ തെരഞ്ഞെടുത്ത് തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ സംഭവം ഉണ്ട്. അതായത് പണ്ട് മറ്റേ തൂവാനത്തുപ്പികളാണെന്ന് തോന്നുന്നു, ഏതൊരു പടം ഇറങ്ങിയ സമയത്ത് ആ പടത്തിൽ അഭിനയിച്ച ഒരു ആക്ടറിന്റെ ബ്രദർ എന്തോ ആണ്, ഏത് ആക്ടറിന്റെ പേരെനിക്ക് ഓർമ്മയില്ല, ആ ആക്ടർ തൂങ്ങി മരിച്ചു. അവന് ആ സിനിമയിൽ അഭിനയിച്ച സിനിമയിൽ ഇങ്ങനത്തെ സീനുകളുണ്ട്, അവനത് താങ്ങാൻ പറ്റുന്നില്ല. അവന് അന്ന് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ ഇതാണ് ഇൻഫ്ലുവൻസറാണ് ആത്മഹത്യ ചെയ്തത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അതായത്
ഇങ്ങനെ ഉണ്ടാക്കുന്ന പണമൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അൾട്ടിമേറ്റ് നമ്മുടെ ഹാപ്പിനെസ് ഒന്നും പണത്തിലല്ല. പണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ആവശ്യങ്ങൾ നിറവേറിയില്ലെങ്കിൽ നമുക്ക് സങ്കടങ്ങൾ വരും. പക്ഷേ ഇത്തരത്തിലുള്ള മേഖലയിൽ നിന്ന് കിട്ടുന്ന ഈ ലഹരി വിറ്റിട്ടോ അല്ലെങ്കിൽ ഈ ശരീരം വിറ്റിട്ടോ കിട്ടുന്ന പണം മറ്റൊരു കുടുംബത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കോ അവരുടെ ഭാര്യയോ അനുഭവിക്കേണ്ട പണമാണ് ഈ വന്നു കയറുന്നത്. നിസ്സാര പൈസക്കൊന്നുമല്ലല്ലോ ഈ പോകുന്നത്. ഈ പണം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കർമ്മമായിട്ട് തിരിച്ചടിക്കും. അങ്ങനെ രക്ഷപ്പെട്ടവരൊന്നും ഇല്ല ലോകത്ത്. എല്ലാവരും നശിച്ചു പോയിട്ടുള്ളൂ. ഇത് വലിയൊരു നെഗറ്റിവിറ്റിയാണ് ഈ സാധനം. മനസ്സിലായി? റോജി പറഞ്ഞാൽ ഇത് ഭീകര ഒരിക്കലും ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ സിമ്പലായിട്ടോ ഫ്രീഡത്തിന്റെ സിമ്പലായിട്ടോ ലിബറേഷൻ ആയിട്ടോ ഇത് ഒരിക്കലും സമൂഹത്തിൽ ഒരു എക്സാമ്പിളായി മാറരുത്. ഇത് വെറും പറ്റിക്കലാണ് ആക്ച്വലി. അല്ലല്ല, അങ്ങനെയും പറയണ്ട. ഒരു ജോലിയാണ് അവരുടെ. നമുക്ക് നാളെ നീ ജമീലിനെ പോലുള്ള എത്രയോ ആളുകളുണ്ട്. നമുക്കത് ബഹുമാനം തോന്നും. അതൊരു അവസ്ഥയാണ് ആ വഴി കടന്നു പോവുക. അല്ല, ആ സ്ത്രീനെ സംബന്ധിച്ച് വേറെ നിവൃത്തിയില്ല. ഇവിടെ അങ്ങനെയാണോ? ഒന്നുമല്ല. ഇന്റർവ്യൂവിൽ വന്നിരുന്ന് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണ്ട. മാനിപ്പുലേഷൻ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇത് പക്ക പ്രൊമോഷനാണ്.